ഹായ് ഹലോ ഫ്രണ്ട്സ്. മഴയുള്ളൊരു തണുത്ത പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഉരുളക്കിഴങ്ങ് കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഉരുളക്കിഴങ്ങ്, സവോള, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ച് വേവിക്കാൻ വെച്ചു. അപ്പോൾ നമ്മളുടെ അടുക്കള വളരെ ചെറിയൊരു അടുക്കളയാണ്. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു അടുക്കും ചിട്ടയൊക്കെ ഉള്ളൂ നമ്മുടെ അടുക്കളയിൽ കേട്ടോ. കാരണം സാധനങ്ങളൊക്കെ നല്ല വൃത്തിക്കൊന്നും വെക്കാനുള്ള ഒരു സ്പേസോ ഏരിയ ഒന്നും ഇല്ല നമുക്ക്. അപ്പോൾ രാവിലെ വെള്ളയപ്പമാണ്. അതൊക്കെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ച് ഞാൻ അടച്ചു വെക്കുവാണേ. അപ്പോൾ ഇതാ പുറത്ത് വീണ്ടും നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ലൊരു അടിപൊളി മഴയായിരുന്നു. നല്ല തണുപ്പായിരുന്നു. കുറച്ച് നേരം ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കി മഴയൊക്കെ ആസ്വദിച്ചു കേട്ടോ. നമ്മളുടെ ഈ അടുക്കളയുടെ വാതിലിൽ നിന്നാണ് ഞാൻ ഈ മഴയൊക്കെ കാണുന്നത്. അടുക്കളയുടെ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേ ഇവർ 3 പേരും നല്ല ഉറക്കമാണേ. അപ്പം എൻ്റെ കൂടെയാണ് ആമിക്കുട്ടി കിടക്കുന്നത്. അപ്പം ഞാൻ ഉണർന്നപ്പോൾ അവിടെ കൊണ്ട് കിടത്തിയതാണേ. അപ്പം രാവിലെ ഇവർ ഉറക്കമായതുകൊണ്ട് തന്നെ ഒരു ഫേസ് പാക്ക് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കിട്ടണ സമയങ്ങളിൽ നമ്മൾ നമ്മുടെ സെൽഫ് കെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ മറ്റുള്ള ജോലികൾക്കിടയിൽ നമ്മളെ കൂടി സ്നേഹിക്കാൻ പഠിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തും കുട്ടികളെ നോക്കുന്ന സമയത്തും ഒക്കെ ഇതേപോലെ ഫേസ് പാക്കുകളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും അടുക്കളപ്പുറത്ത് തന്നെ കിടന്നാൽ ശരിയാവത്തില്ലല്ലോ. ഇതൊരു അടിപൊളി പാക്കാണ്. നമ്മുടെ നേന്ത്രപ്പഴം നല്ലപോലെ പഴുത്തതാണ്. അതിലേക്ക് തക്കാളിയുടെ ഇട്ട് കുറച്ച് തേനുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഫേസൊക്കെ ക്ലീൻ ചെയ്തിട്ട് മുഖത്തേക്ക് തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ. അന്നേരം ഞാൻ അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു കട്ടൻ ചായ കുടിക്കുവാണേ. ആ നേരത്തിന് ദേണ്ട നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കടുക് കാച്ചി ഒഴിക്കുകയാണ്. അതിനായിട്ട് ചെറിയ ഉള്ളി, കടുക് ആദ്യം പൊട്ടിക്കണം. എന്നിട്ട് ചെറിയ ഉള്ളി, കറിവേപ്പില ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ആ കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ച് ചേർക്കണം. അപ്പം നല്ല കുഴമ്പ് രൂപത്തിലുള്ള നല്ല ഒരു ഗ്രേവി കിട്ടും. അപ്പോൾ ഇന്ന് കാശിമോന് സ്കൂളിൽ 10 മണിക്ക് കഴിക്കാൻ കൊണ്ടുപോകാൻ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ്. അപ്പോൾ ആമിക്കുട്ടി അമ്മ എണ്ണീറ്റിട്ട് പുറത്തിരിക്കുമായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിലൊരു കാക്ക വരും കേട്ടോ. ആമിക്കുട്ടി അതിന് അവൾ കഴിക്കുന്ന എന്താണോ അതൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ കാക്കയ്ക്കൊരു കഥയുണ്ട്. കുറച്ച് നാളിന് മുന്നേ ഇങ്ങനെ സ്ഥിരം വരുമായിരുന്നു ഇത്. അങ്ങനെ ആമിക്കുട്ടി എന്നും ആഹാരമൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അവളോട് അതിനൊരു പ്രത്യേക സ്നേഹമുണ്ട്. ഇവളെ കാണുമ്പോൾ തന്നെ ഇത് പറന്ന് വരുമായിരുന്നു. ഒരു ദിവസം ഈ അമ്മ എന്തോ വഴക്ക് പറഞ്ഞിട്ട് ഇവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഈ രാവിലെ മോനെ സ്കൂളിൽ കൊണ്ടുവിടുന്ന സമയമായിരുന്നേ. അന്നേരം ഈ കാക്ക വന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു മരത്തിലിരുന്നിട്ട് അതിൻ്റെ എന്തോ ശബ്ദത്തിലൊക്കെ എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചിറകിട്ട് ഭയങ്കരമായിട്ട് അടിച്ചിട്ട് അന്ന് പറന്നു പോയതാണ് കേട്ടോ. പിന്നെ ആൾ ഇന്നാണ് വരുന്നത്. അപ്പം പക്ഷികൾക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും നമ്മൾ എന്ത് കൊടുത്താലും അവർ നല്ല സ്നേഹം തിരിച്ചു തരും അല്ലേ. മനുഷ്യർ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു കുറച്ച് വ്യത്യസ്തരായിട്ട്. അപ്പോൾ രാവിലെ ഞാൻ അപ്പവും നമ്മുടെ ഇന്നലത്തെ കൊഞ്ച് കറിയൊക്കെ ഉണ്ടായിരുന്നു. കൊഞ്ച് തീയൽ, ചെമ്മീൻ എന്നാന്ന് തോന്നുന്നു ചില നാട്ടിലൊക്കെ പറയുന്നത്. അപ്പവും ഉരുളക്കിഴങ്ങ് കറിയും ചെമ്മീൻ തീയലും ഒക്കെ കൂട്ടി കഴിച്ചു. അപ്പം നമ്മുടെ ഈ മുറിക്കകത്തിൽ ഇങ്ങനെ തുണികൾ കിടക്കുന്നതും ഉണങ്ങാത്ത തുണികളാണ്. നമ്മൾ ഫാനിട്ട് ഉണക്കുവാണ് കേട്ടോ. ഇവിടെ ഒരു ദിവസം പോലും ഇല്ലാതെ മഴയാണ്. അപ്പം മോൻ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ഇല്ലാത്തത് കാരണം അവൻ കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ തുണികളൊന്നും ഉണക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഉണക്കുവാണ് റൂമിനകത്തിലിട്ട് കേട്ടോ. ആരും ഒരടുക്കും ചിട്ടയില്ലെന്ന് വിചാരിക്കരുത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ മണി പ്ലാന്റ് കേട്ടോ. എൻ്റെ റൂമിലെ ജീവനുള്ളൊരു സാധനമാണ് എനിക്കത്. അപ്പോൾ ദേ നമുക്കിന്ന് എരിശ്ശേരിയാണ്. അതിന് പയറും പപ്പായയും കൂടി വേവിച്ചു. വൻപയറും പപ്പായയും കൂടി ഉപ്പിട്ട് വേവിച്ചു. എന്നിട്ട് നമ്മൾ അരപ്പരച്ച് വെച്ചിരുന്നു. വെളുത്തുള്ളിയും കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളക് പൊടിയും അരച്ച് വെച്ച് അതിലേക്ക് ചേർത്തു. എന്നിട്ട് നമ്മൾ കടുക് കാച്ചി ഒഴിച്ചു. കടുകും നമ്മുടെ ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി കാച്ചി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ദേ ആമിക്കുട്ടിയുടെ സ്ഥിരം പണി ഇതൊക്കെ തന്നെയാണേ. എൻ്റെ മേക്കപ്പ് ബോക്സും ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ തുറന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇങ്ങനെ ഒടിച്ചൊടിച്ച് കളയും കേട്ടോ. അതേപോലെ ഈ ഐബ്രോ പെൻസിലൊക്കെ ഒടിച്ച് കളയും. പിന്നെ ഐലൈനറൊക്കെ ചിലപ്പം ചെല്ലുമ്പോൾ മുഖം നിറച്ച് വാരി തേച്ചൊക്കെ നിൽക്കും. ഇവളുണ്ടായണൊക്കെ പിന്നെ ഈ സാധനങ്ങളൊന്നും എനിക്ക് വാഴാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടേക്ക് ഒന്ന് നോക്കിയപ്പോഴാണ് പണ്ട് ഞാൻ ഉപയോഗിച്ച ഈ ഒരു ക്രീമിൻ്റെ ഒരു ട്യൂബ് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ പേര് ഡൈക്ലോസിക്സ് ക്രീം എന്നാണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും വൈറ്റനിങ് ക്രീംസ് പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു ക്രീം പരിചയപ്പെടുത്താറുണ്ട്. ഞാനിത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായ ഒരു അതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. കാരണം ഇത് നല്ല സമ്മർ സീസണിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ നല്ലതായിട്ട് വെയിലേറ്റ് മുഖം കരിവാളിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഉള്ള നിറത്തെക്കാട്ടിലും ഒന്നുകൂടി അത് ഡാർക്കൻ ആകാനേ ചെയ്യത്തുള്ളൂ. അല്ലാതെ ബ്രൈറ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വീടിനുള്ളിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ, ഓഫീസ് വർക്കിന് പോകുന്നവരാണെങ്കിൽ, AC കാറിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ക്രീമാണിത് കേട്ടോ. കാരണം നന്നായിട്ട് ബ്രൈറ്റ് ആക്കും. പക്ഷേ ഒട്ടും വെയിൽ കൊള്ളാൻ പാടില്ല. നമ്മൾ എത്ര സൺസ്ക്രീൻ ഇട്ടാലും നമ്മൾ കുടയോ അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും സ്കാർഫൊക്കെ കെട്ടുവാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഇതാണ് എൻ്റെ റിവ്യൂ. ഞാനിത് ഒരു ട്യൂബേ വാങ്ങിച്ചിട്ടുള്ളൂ, മൊത്തമായിട്ട് ഉപയോഗിച്ചിട്ടുമില്ല കേട്ടോ. കാരണം നമ്മൾ ഈ പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ക്രീം മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ ഒരു സീസണാണെങ്കിൽ, ഈ ഒരു മഴ സീസണിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. കാരണം ഇപ്പോൾ നല്ല വെയിലൊന്നും ഇല്ലാത്തൊരു ടൈമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, രാവിലെ കഴുകിക്കളയുവാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇപ്പോൾ വെയിലൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് വർക്കാകുമായിരിക്കും. ഞാൻ എന്തായാലും ഈ ഒരു ക്രീം ഉപേക്ഷിച്ചതാണ്, ഇനി ഇത് യൂസ് ചെയ്യത്തില്ല. അപ്പോൾ എൻ്റെ ഒരു റിവ്യൂ നിങ്ങളെ കൂടി അറിയിക്കാനാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത്. നമുക്ക് ഇന്ന് ചോറും ചെമ്മീൻ തീയൽ വെച്ചതും പിന്നെ എരിശ്ശേരി പുളിയച്ചാറൊക്കെ ആയിരുന്നു. വൈകിട്ട് നമുക്ക് മിക്സ്ചറും കട്ടൻ ചായയായിരുന്നു കേട്ടോ. അപ്പം കാശിമോൻ സ്കൂള് വിട്ട് വന്നു, ചായയൊക്കെ കുടിക്കുവാണ്. എനിക്ക് വീഡിയോ സമയത്ത് വോയിസ് കൊടുക്കാൻ പറ്റാറില്ല. കാരണം ഇവർ ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകും. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ കാശിമോന് ഹോംവർക്കൊക്കെ ചെയ്യിച്ച് കഴിഞ്ഞിട്ട് വൈകിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തിയും കറിയൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം, എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.